ശരി. ഇന്നിപ്പം ഈ പോര് മുറുകുകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലാത്ത പോലെ എനിക്കും തർക്കമില്ല. മാത്രമല്ല ഇന്നലെ മൈ ഗവൺമെൻറ് എൻ്റെ സർക്കാർ എന്ന് ഒരിക്കൽ പോലും ഗവർണർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഏതാണ് എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളും നയങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇനി ഇവിടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഈ ഗവൺമെൻറ് വേഴ്സസ്, ഇപ്പം നേരത്തെ സുജയ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പം. നോക്കൂ, കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറേയും അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറേയും ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറേയും കോടതി തന്നെ പുറത്താക്കി. ഈ പറയുന്ന ഗവർണർ വേഴ്സസ് സർക്കാർ എന്ന് പറയുന്ന നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഹൈക്കോടതി പുറത്താക്കി. അത് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കുസാറ്റ്, മലയാളം സർവകലാശാല, കാർഷിക സർവകലാശാല, ഇത്രയും സർവകലാശാലകളുടെ VC-മാരുടെ കാലാവധി കഴിഞ്ഞു. 5 സർവകലാശാലയിലെ VC-മാരുടെ കാലാവധി കഴിഞ്ഞു. അടുത്ത മാസം ഒരു വലിയ ക്രൈസിസ് വരാനിരിക്കുന്നു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, സംസ്കൃത സർവകലാശാല, ശ്രീനാരായണ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റികളിലെ 4 വൈസ് ചാൻസലർമാരെയും അടുത്ത മാസം ഗവർണർ പുറത്താക്കാൻ പോവുകയാണ് ഈ സുപ്രീം കോടതി നടപടിയുടെ വെളിച്ചത്തിൽ. അതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ കോടതി പുറത്താക്കിയിരിക്കുന്നു. 5 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. 4 സർവകലാശാല വൈസ് ചാൻസലർമാരെ അടുത്ത മാസം പുറത്താക്കാനിരിക്കുന്നു. പുതിയ ഒരൊറ്റ VC-യെ നിയമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് സംബന്ധിച്ചൊരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്, ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. എന്താ പ്രശ്നമെന്നറിയാവോ? 3 പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ 3 ബില്ലുകളും നേരെ പോയിരിക്കുന്ന എങ്ങോട്ടേക്കാണ്? രാഷ്ട്രപതിയുടെ അടുക്കിലേക്കാണ്. 1 ചാൻസലറിനെ മാറ്റുന്ന ബില്ല്, 2 സെർച്ച് കമ്മിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന ബില്ല്, 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ല് 2. അങ്ങനെ 4 ഭേദഗതികൾ ബില്ലാക്കി സഭ പാസ്സാക്കി ഗവർണർക്ക് അയച്ചിട്ട് ഗവർണർ അതിനകത്ത് ഒപ്പിടാതിരുന്നിട്ട് അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ ഗവർണർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി സൗകര്യമുള്ളപ്പോൾ അത് ഒപ്പിട്ടിങ്ങോട്ട് വരും. അതുവരെ നമ്മുടെ സർവകലാശാലകളിൽ പ്രതിസന്ധിയുണ്ട്. നോക്കൂ, ഈ പറയുന്നൊരു പ്രശ്നം വെച്ചാൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വെല്ലുവിളിക്കാം, മുഖ്യമന്ത്രിക്ക് ഗവർണറെ രാഷ്ട്രീയമായി വെല്ലുവിളിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് ഇവരുടെ ഭരണനിർവഹണം, സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ ഒരു സർവകലാശാലകളിലും ഇനി വൈസ് ചാൻസലർമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊട്ടും തന്നെ അഭികാമ്യമല്ല. ഇനി ഇതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൂടുതൽ പ്രതിസന്ധികൾ വരും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ കേരളം അഭിമാനിക്കുന്ന ഒരു രംഗമല്ലേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം എന്ന് പറയുന്നത്? ആ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരല്ലേ നമ്മുടെ വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത്? ആ വൈസ് ചാൻസലർമാരില്ലാതെ സർവകലാശാലകൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി പുതിയ വൈസ് ചാൻസലർമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. മുന്നോട്ട് പോകുന്തോറും പ്രതിസന്ധി മൂർച്ഛിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എവിടെയാണ് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നൊരു പ്രതിസന്ധിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് 2 കൂട്ടരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു വലിയ റോൾ വഹിച്ചിരിക്കുന്നത് ഗവർണറാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നു. സത്യത്തിൽ സർക്കാരിനെതിരെ ഗവർണർ നിലപാടെടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെയാണ് ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു യാഥാർത്ഥ്യം. Meet the editors.